ഈ സമുദായ ശാക്തീകരണ വർഷം എന്ന് പറയുമ്പോൾ നമ്മുടെ പാരമ്പര്യം, നമ്മുടെ പൂർവികർ, നമ്മുടെ വിശ്വാസം, അതിനെക്കുറിച്ചൊക്കെ അഭിമാനബോധം ഉണ്ടാകാനുള്ള ഒരു സമയമാണ്. ഈ തുരുത്തി പള്ളി ചങ്ങനാശ്ശേരി കത്തീഡ്രൽ പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. ചങ്ങനാശ്ശേരി മെത്രാപ്പോലത്തെ പള്ളിക്ക് ഏതാണ്ട് 850 വർഷത്തെ പഴക്കമാണുള്ളത്, പാരമ്പര്യമാണുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം അതിരമ്പുഴ പള്ളി പോയിരുന്നു. അതിരമ്പുഴ പള്ളിയിൽ 1200 വർഷം പാരമ്പര്യമുണ്ട്. കുറവലങ്ങാട് പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു അത്. നമ്മുടെ അതിരൂപതയിലെ ഏറ്റവും പുരാതനമായ പള്ളി എന്ന് പറയുന്നത് ചമ്പക്കുളം പള്ളിയാണ്. ആ ചമ്പക്കുളം പള്ളിക്ക് ഏതാണ്ട് 1600 വർഷത്തെ ചരിത്ര പാരമ്പര്യമാണുള്ളത്. അത് നിരണം പള്ളിയുടെ കുരിശുപള്ളിയായിരുന്നു. പിതാവ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പൂർവികർ തോമാസ് ശ്ലീഹായെ കണ്ടവരാണ്. തോമാസ് ശ്ലീഹായെ ഈശോയെ കണ്ട് ഈശോയുടെ ഹൃദയത്തിൽ കൈവച്ചവനാണ്. അപ്പോൾ ആ തോമാസ് ശ്ലീഹായെ കണ്ട് തൊട്ടവരാണ് നമ്മുടെ പൂർവികർ. അപ്പോൾ നമുക്ക് ഈ സമുദായ ശാക്തീകരണ വർഷം എന്ന് പറയുമ്പോൾ അഭിമാനബോധം ഉണ്ടാകണം. ഇന്ന് ക്രൈസ്തവ സഭയിൽ ഈശോയിൽ വിശ്വസിക്കുന്ന ആളുകൾ 260 കോടിയാണുള്ളത്. ലോക ജനസംഖ്യ 750 കോടി ആളുകളാണ്. അതിൽ 1/3 ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്. ഇതൊക്കെ നമ്മുടെ അഭിമാനത്തിന് കാരണമാകണം. കത്തോലിക്ക സഭയിൽ 140 കോടി ആളുകളാണുള്ളത് മാർപ്പാപ്പയുടെ കീഴിൽ. അതിൻ്റെ ഭാഗമാണ് നമ്മൾ. നമ്മുടെ ഈ നാട്ടിലും ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ് ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ആ ഒരു വിശ്വാസ പൈതൃകം, പാരമ്പര്യം നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ വേണ്ടിയാണ് ഈ സമുദായ ശാക്തീകരണ വർഷം ആചരിക്കുന്നത്. നമ്മുടെ പൂർവികർ എത്രമാത്രം നമ്മുടെ പള്ളിയെ സ്നേഹിച്ചു, വിശ്വാസത്തെ സ്നേഹിച്ചു. നമ്മുടെ അന്നത്തെ സാഹചര്യങ്ങളൊക്കെ വളരെ പരിമിതമായിരുന്നു. പള്ളി നിർമ്മിച്ചതൊക്കെ ആരാണ്? നമ്മുടെ പൂർവികർ. അവരുടെ കഠിനാധ്വാനം, കഷ്ടപ്പാട്, അവരുടെ സമ്പാദ്യം, അവരുടെ സമർപ്പണം, അവരുടെ അധ്വാനത്തിൻ്റെ ഫലമൊക്കെ ആയിട്ടാണ് ഈ പള്ളികളെല്ലാം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഈ പള്ളിയെ സ്നേഹിച്ച, സഭയെ സ്നേഹിച്ച വലിയൊരു പൂർവികരുടെ പാരമ്പര്യം പേറുന്നവരാണ് നമ്മൾ. അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് കൈമാറിക്കൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഒരു വർഷം നമ്മൾ പ്രത്യേകമായി മാറ്റിവെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സമുദായ ശാക്തീകരണ വർഷത്തിൽ നമ്മുടെ അഭിമാനവും വിശ്വാസത്തെക്കുറിച്ച് അഭിമാനബോധമുള്ളവരാകുവാൻ കഴിയണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് ഒന്നാമതായിട്ട് പറയാനായിട്ടുള്ളത്. ഞാൻ നിങ്ങളെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ ഈ തുരുത്തി ഫൊറാനയിലെ 10 ഇടവകളിൽ നിന്നുമായി ഇത്രയും പേര് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് നട്ടുച്ചയ്ക്ക് നല്ല ചൂടുള്ള ഈ കാലാവസ്ഥയിൽ വന്ന് റാലിയായിട്ട് ഇവിടെ വന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഈശോയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ ഈ സഭയുടെ അംഗമായതിൽ അഭിമാനിക്കുന്നു, ഞങ്ങൾ ഞങ്ങളുടെ വിശ്വാസം കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുന്നു, ഞങ്ങളിത് ഞങ്ങളുടെ ഇളം തലമുറയ്ക്ക് കൈമാറി കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങൾ കഷ്ടപ്പെടാനും ത്യാഗമെടുക്കുവാനും തയ്യാറാണ് എന്നാണ് നിങ്ങൾ ഈ റാലിയിലൂടെ പ്രഖ്യാപിച്ച് ഇവിടേക്ക് കടന്നു വന്നത്. ഇപ്പം നിങ്ങൾക്ക് ക്ഷീണം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. കുറച്ച് പേരൊക്കെ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും. അതോർത്ത് നമ്മൾ വിഷമിക്കേണ്ട. നിങ്ങളുടെ ഫൊറാന വികാരിച്ചിന് അല്പം വിഷമമൊക്കെ ഉണ്ടാവും. അച്ഛൻ അങ്ങനെയാണ്, സംഘടിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആണെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. പക്ഷേ ഇടയ്ക്ക് പോയി ഒന്ന് വിചാരിച്ചൊന്നും നമ്മുടെ സമുദായ സ്നേഹമൊന്നും കുറയുന്നില്ല. നിങ്ങൾ ക്ഷീണിതരാണ്. നിങ്ങൾ ഇവിടെ ഏറെ സമയം ഇവിടെ വന്നു, ഇത്രയും മണിക്കൂർ ഇവിടെ ചെലവഴിച്ചു. ഞാൻ നിങ്ങളെ നമ്മുടെ അതിരൂപതയുടെ മെത്രാപ്പോലിത്ത അഭിവന്യ തോമസ് തറയിൽ പിതാവിൻ്റെ പേരിലും അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. സഭയോട് കാണിക്കുന്ന ഈ സ്നേഹവും ഈ പ്രതിബദ്ധതയും ഈ സമർപ്പണവും നിലനിൽക്കണം എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് സ്നേഹപൂർവ്വം പറയുവാനായിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ സമുദായം ശക്തിപ്പെടണമെങ്കിൽ നമ്മുടെ കുടുംബം ഭദ്രമാകണം, കുടുംബജീവിതം ഭദ്രമാവണം, നമ്മുടെ കുടുംബ ബന്ധങ്ങൾ ദൃഢകരമാവണം, കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കണം. പ്രായമായിരിക്കുന്നവരെ, മക്കളെ, യുവജനങ്ങളെ, ദമ്പതികളെ ഒക്കെ സ്നേഹിക്കുന്ന വലിയൊരു സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. നമ്മുടെ കുടുംബം, കത്തോലിക്ക കുടുംബങ്ങൾ ഛിന്നഭിന്നമായി പോവരുത്. നമ്മൾ കുടുംബത്തെ ബന്ധം നിലനിർത്തുവാൻ വേണ്ടി അങ്ങേയറ്റം അധ്വാനിക്കണം. നമ്മുടെ ഇടവകയിൽ ഒരു കുടുംബം ദുർബലമാണെങ്കിൽ നമ്മൾ ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്യണം, ആ കുടുംബത്തെ സംരക്ഷിക്കണം, ആ കുടുംബത്തിൻ്റെ കൂടെ നടക്കണം. ആരെയും അവഗണിക്കാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന സമുദായത്തിലെ അംഗങ്ങളായി നമ്മൾ മാറണം. അതാണ് സമുദായ ശാക്തീകരണ വർഷം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇടവകയിലെ കുടുംബങ്ങളെ ചേർത്ത് നിർത്തുക, കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, ഇടവകയിലെ ദുർബലരായ മനുഷ്യരെ അവരുടെ കൂടെ സഞ്ചരിക്കുവാനായിട്ടുള്ളൊരു തീരുമാനമെടുക്കുക, അവരെ സംരക്ഷിക്കുക. കൂടുതൽ മക്കളുള്ള കുടുംബങ്ങളെ ഇടവകകൾ സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ മക്കൾ, ഒരു വീട്ടിൽ 4-5 മക്കളുണ്ടെങ്കിൽ അവർക്ക് വേണ്ട സാമ്പത്തിക സഹായം ഇടവക ചെയ്തു കൊടുക്കണം. ഇടവകയുടെ ഒരു ഫണ്ട് അതിനുവേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ സമുദായത്തിൽ അംഗങ്ങൾ ഉണ്ടാവണം, അംഗങ്ങളുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, സമുദായം അവരെ സംരക്ഷിക്കണം. ആ രീതിയിലേക്കുള്ള ഒരു വലിയ മാറ്റം നമ്മുടെ അജപാലന പ്രവർത്തന ശൈലിയിൽ ഉണ്ടാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ 7ാം ക്ലാസ് മുതൽ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യണം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്തായിരിക്കും, അവരുടെ കഴിവെന്താണ്, അവരുടെ കഴിവനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങളുണ്ടോ,
അവരെ പഠിപ്പിക്കാനായിട്ടുള്ള സാമ്പത്തിക സ്രോതസ് എവിടെ നമുക്ക് കണ്ടെത്തുവാൻ പറ്റും, അവരെ നല്ല നിലയിലേക്ക് പഠിപ്പിച്ച് ഈ നാട്ടിൽ തന്നെ നല്ല ജോലി കരസ്ഥമാക്കുവാനായിട്ടുള്ള ഒരു പ്രോത്സാഹനം നമ്മുടെ സമുദായം നൽകണം. ആ രീതിയിലൊക്കെയുള്ള വലിയ മാറ്റങ്ങൾ നമ്മുടെ ഇടവകയിൽ ഈ വർഷം ഉണ്ടാകണം. നമ്മൾ സമ്മേളനങ്ങൾ മാത്രം കൂടി സമുദായ ശക്തീകരണം ഉദ്ഘാടനം ചെയ്ത് മടങ്ങിപ്പോവേണ്ടവരല്ല. നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കണം. ഈ സമുദായത്തിന് അഭിമാനമായി ഇനി 10 വർഷം, 15 വർഷം, 20 വർഷം കഴിയുമ്പോൾ ഈ മക്കളാണ് നമ്മുടെ പള്ളിയെ സംരക്ഷിക്കേണ്ടവർ. അവർക്ക് നമ്മൾ സ്നേഹം കൊടുക്കണം, അവരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. കാരണം അവർ ഇന്ന് ഒത്തിരിയധികം പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. ഒത്തിരിയധികം ബന്ധങ്ങൾ, ഒത്തിരി തിന്മയുടെ പ്രലോഭനങ്ങൾ, ആസക്തികളൊക്കെ സമൂഹത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലമാണ്. അവരെ നമ്മൾ അതിൽ നിന്നൊക്കെ അടർത്തിയെടുത്ത് ഇടവകയുടെ വലിയ പിന്തുണയോടും പ്രാർത്ഥനയോടും കൂടി അവരെ വളർത്തിയെടുക്കണം. അത് നമ്മുടെ വലിയൊരു ഉത്തരവാദിത്വമായിട്ട് മാറണം. സാമ്പത്തികമായ കടക്കണിയിൽ കഴിയുന്ന ആളുകൾ ഏറെ നമ്മുടെ ഇടവകളിൽ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ വ്യക്തമായിട്ടുള്ള ദിശാബോധം കൊടുക്കണം. നമ്മുടെ ഒരു കത്തോലിക്ക കുടുംബവും സാമ്പത്തിക പരാധീനതയിൽ പരാജയപ്പെട്ടു പോകരുത്. വിവേകത്തോടുകൂടി സമ്പത്ത് ഉപയോഗിക്കാൻ അവരെ പഠിപ്പിക്കണം. ആർഭാടങ്ങൾ ഒഴിവാക്കണം, ദൂർത്തൊഴിവാക്കണം. നമ്മുടെ ആഘോഷങ്ങൾ കുറച്ചുകൂടെ നമ്മൾ ലളിതമാക്കണം. വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾ, അതുപോലെയൊക്കെയുള്ള ആഘോഷ പരിപാടികളൊക്കെ ലളിതമാക്കി സാമ്പത്തികമായ അച്ചടക്കം പാലിക്കുവാൻ നമ്മുടെ സമുദായത്തെ നമ്മൾ പഠിപ്പിക്കണം. അങ്ങനെ സമുദായം വളരുന്നത് കുടുംബ ഭദ്രതയിലൂടെയാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ സമുദായം പുറത്തുനിന്നും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതൊക്കെ അകത്തെ വെല്ലുവിളികളാണ്. പുറത്തുനിന്നും വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. ഒരു മതന്യൂനപക്ഷം എന്നുള്ള നിലയിൽ നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കുന്ന സംവിധാനങ്ങളാണ് ഇന്ന് നിലവിലുള്ളത്. നമ്മുടെ രാജ്യത്ത് അതാണ് നിലവിലുള്ളത്. നമ്മുടെ രാജ്യത്ത് വിശ്വാസം പരസ്യമായി പ്രസംഗിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല, വൈദികർക്ക് വൈദിക വസ്ത്രം ധരിക്കാൻ പറ്റുന്നില്ല, സന്യസ്തർക്ക് സന്യസ്തരുടെ വസ്ത്രം ധരിക്കാൻ പാടില്ല. നമ്മളിങ്ങനെ ഒളിച്ച് നടക്കണം, രഹസ്യമായി ജീവിക്കേണ്ട സാഹചര്യം. നമ്മുടെ ഈ ഭാരതത്തിൽ ആർക്കും ഏത് മതത്തിലും വിശ്വസിക്കാമെന്ന ഭരണഘടന ഉറപ്പ് നൽകുന്ന സാഹചര്യത്തിൽ നമുക്കിതുപോലെ രഹസ്യമായി ജീവിക്കേണ്ടി വരുന്ന ഒരു ഗതികേട് നമുക്കുണ്ടാകുന്നു. അത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. അവിടെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. അവകാശങ്ങൾക്ക് വേണ്ടി നമ്മൾ സംസാരിക്കണം, ശബ്ദിക്കണം. നമ്മുടെ അതിരൂപത പണ്ട് മുതലേ ഇതുപോലെയുള്ള പൊതു നന്മ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിച്ച ഒരു അതിരൂപതയാണ്. നിങ്ങൾക്കറിയാമല്ലോ, 1945 നമ്മൾ വിദ്യാഭ്യാസ പ്രക്ഷോഭം നടത്തി. 1959 വിമോചന സമരമുണ്ടായി. വിമോചന സമരത്തിൻ്റെയൊക്കെ തുടക്കം ചങ്ങനാശ്ശേരി അതിരൂപതയിലായിരുന്നു. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ സർക്കാർ പിടിച്ചടക്കും. അവിടെ കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ പുസ്തകങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നു. നമ്മുടെ സ്വായത്ത അധികാരങ്ങളെല്ലാം വെട്ടിച്ചുരുക്കുന്നു. ഇതെല്ലാം പറഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി നിരത്തിലിറങ്ങി. നമ്മുടെ ആളുകൾ വെടികൊണ്ട് മരിക്കേണ്ട സാഹചര്യമുണ്ടായി. ഇതൊന്നും നമ്മൾ മറന്നു പോകരുത്. അങ്ങനെയാണ് നമ്മുടെ അവകാശങ്ങൾ നമ്മൾ നേടിയെടുത്തത്. അതിനുശേഷം പിന്നീട് 1972 നമുക്ക് വിദ്യാഭ്യാസ സമരമുണ്ടായി. 2006 നമ്മൾ സ്വാശ്രയ സമരം നടത്തി. ഇന്ന് ചങ്ങനാശ്ശേരിയിൽ അധ്യാപകരുടെ സമ്മേളനമായിരുന്നു, സംസ്ഥാന സമ്മേളനമായിരുന്നു. 2026 അധ്യാപകരാണ്. 25,000 അധ്യാപകർക്ക് ശമ്പളം കിട്ടുന്നില്ല. അധ്യാപകർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ കാണിക്കുന്ന ഈ അവഗണന, ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഈ അവഗണന, ഇത് ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരു സമുദായം എന്നുള്ള നിലയിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മൾ ഈ കേരളത്തിലെ സംസ്കാരത്തിന് വേണ്ടി അടരാടിയവരാണ്, പടപൊരുതിയവരാണ്. നമ്മൾ പൊതു നന്മയ്ക്ക് വേണ്ടി അധ്വാനിച്ചവരാണ്, സംഭാവന കൊടുത്തവരാണ്. നമ്മളെ ആർക്കും എഴുതിത്തള്ളാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു വലിയ ശക്തി നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ക്രൈസ്തവർ ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ അതിരൂപതയിലെ വിശ്വാസികൾ ഒരുമിച്ച് നിൽക്കണം. അപ്പോൾ നമുക്ക് പലതും നേടിയെടുക്കുവാനായിട്ട് സാധിക്കും.